പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണം നമ്മുടെ ഞെട്ടലൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല രീജി. എല്ലാവരും പറയുന്നു 150-150ഓളം ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുക SFIക്കാർ ഈ കുട്ടിയെ വിചാരണ നടത്തിയാണ് കൊന്നത്. വിചാരണ നടക്കണമെങ്കിൽ ഒരു കുറ്റമുണ്ടാവണമല്ലോ. എന്തായിരിക്കും ആ കുറ്റം? അതിനെക്കുറിച്ച് കുറേ കഥകളൊക്കെ പരക്കുന്നുണ്ട്. വയനാട്ടിൽ ഒരു IS കേന്ദ്രമുണ്ട്. IS കേന്ദ്രത്തിൽ ദുരൂഹമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മുമ്പൊരു പെൺകുട്ടിയെ, അന്യമതസ്ഥനെ വിവാഹം കഴിക്കുകയോ പ്രണയിക്കുകയോ മറ്റോ ചെയ്ത ഒരു പെൺകുട്ടിയെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലക്കേസിലെ പ്രതി എന്ന് പറയുന്നത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ ആക്രമിച്ച കേസിലെ ഒരു SFIക്കാരനാണ്. അതാണ് ഒന്നാമത്തെ ഒരു കഥ. രണ്ടാമത് പറയുന്ന ഇതിൻ്റെ അനുബന്ധ കഥ എന്ന് പറയുന്നത് ഫെബ്രുവരി 14 പ്രണയദിനമാണ്. അന്ന് അവിടെ തട്ടമിട്ട ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥ് പ്രണയാഭ്യർത്ഥന നടത്തി. അതിൻ്റെ പക വീട്ടാനാണ് ഈ കുട്ടിയെ ദിവസങ്ങളോളം പീഡിപ്പിച്ചു കൊന്നതെന്നാണ് ചില സോഷ്യൽ മീഡിയയിലൊക്കെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരെ ഇത്തരം കഥകൾ വരുന്നുണ്ട്. കഥകളാണ്, പോലീസ് അന്വേഷിച്ച് പറയേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ ജിക്ക് എന്താണ് തോന്നുന്നത്? അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം കേരളം ISൻ്റെ ഒരു താവളമാണ്. ആ താവളം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള താവളങ്ങളൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്. അതല്ലാതെയുള്ള താവളങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതിന് സംരക്ഷണം കൊടുക്കുന്നത് CPM ആണ്. CPMൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിലും അനുബന്ധ സംഘടനകളിലും പോഷക സംഘടനകളിലും എല്ലാം തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, അവർ കൃത്യം ISലെ മെമ്പറോ ISുമായിട്ട് കമ്മ്യൂണിക്കേഷനോ ഒന്നും അവർക്കുണ്ടാവില്ല. ടെക്നിക്കലി ചോദിച്ചാൽ അവർ ISൻ്റെ മെമ്പറല്ല. പക്ഷേ IS ചിന്താഗതിയുള്ളവർ ധാരാളം കടന്ന് കയറിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഈ അന്തം വിട്ട അതിക്രമങ്ങളൊക്കെ ചെയ്യുന്നത്. അഭിമന്യുവിൻ്റെ കൊലപാതകമടക്കം. അതെ അതെ, അന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല. അവർ കൂടുതൽ ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ 21 പേര് CPMൽ നിന്ന് ഈ കാരണം പറഞ്ഞ് രാജിവെച്ചു. അതെ അതെ, അന്ധമായ മുസ്ലിം നേതൃത്വത്തിലുള്ളവർ SDPIക്കാരാണ്. രാത്രിയിൽ SDPIയും പകൽ CPMുമാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും ഞങ്ങൾ പലതവണ ഇത് പറഞ്ഞിട്ടും ഒരാക്ഷനും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. മെമ്പർമാരല്ലേ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, അവരൊക്കെ എത്രയോ കാലമായിട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈവൻ G. സുധാകരനെ ഒതുക്കിയതിൻ്റെ പിന്നിൽ ഈ ലോബിയാണ്. അതെ, സുധാകരൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് സുധാകരൻ പരസ്യമായിട്ട് രാമായണം വായിക്കുന്നത് News 18 ചാനലിലും മറ്റോ. അങ്ങനെ സുധാകരൻ ആവുന്ന പോലെ ഇത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ജീവഭയം അദ്ദേഹത്തിനും ഉണ്ടാവാം. ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിയുടെ കേസും എങ്ങും എത്താൻ പോകുന്നില്ല. ദാരുണമായ സംഭവമാണ്. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ആ കൊച്ചിനെ. ഇവർ ആൾക്കൂട്ട വിചാരണ നടത്തി. ആൾക്കൂട്ട വിചാരണ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. SFIക്ക് ആധിപത്യവും ഭൂരിപക്ഷവുമുള്ള സ്ഥലത്ത് ആൾക്കൂട്ട വിചാരണ നടക്കുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയുള്ളൂ. ആൾക്കൂട്ട വിചാരണയിൽ അരിയിൽ ഷുക്കൂർ വധക്കേസ് ഒരു പാടത്ത് ആൾക്കൂട്ട വിചാരണയല്ലേ നടന്നത്. ഈ ആൾക്കൂട്ട വിചാരണ എന്തോ യോഗി ആദിത്യനാഥിൻ്റെ കുത്തകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യം ഇവർ നടത്തുന്ന ആൾക്കൂട്ട വിചാരണ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ 4 ദിവസത്തെ TV ബഹളം കഴിയുമ്പോൾ ഇതങ്ങ് ഒതുങ്ങും. അതെ, ഇപ്പോഴും സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർ പറയുന്നത് ശരിയായ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിലെ ഒരു സ്ഥിരം സ്വഭാവമാണ്, ഇപ്പോൾ തുടങ്ങിയതുമല്ല. ഇതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യൻ എൻ്റെ അറിവിൽ EK നയനാരാണ്. അതെന്താണ്? ഇതിലും ദാരുണമായ സംഭവമായിരുന്നു പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ 3 വിദ്യാർത്ഥികൾ പമ്പയാറ്റിൽ മുങ്ങി മരിച്ച സംഭവം. ഇതൊരാളല്ലേ ഉള്ളൂ, മറ്റത് 3 പേരായിരുന്നു. പകൽ സമയത്ത് പട്ടാപ്പകൽ ആളുകൾ കാണുകയെ ആ പിള്ളേർ ഓടിച്ച് പ്രാണരക്ഷാർത്ഥം അവർ ആറ്റിൽ ചാടി കല്ലെറിഞ്ഞു വന്നു. ഒരാളിൻ്റെ ശവം അന്ന് ഉച്ചയ്ക്ക് തന്നെ കിട്ടി. ബാക്കി 2 പേരുടെ ശവം 2-3 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. ഈ സംഭവം ഞാൻ ഈ കരുണാമയനായ EK നയനാർ, ശാന്തൻ, നിഷ്കളങ്കൻ, 1996 സെപ്റ്റംബർ 17 ഈ പമ്പയിലെ സംഭവം. സെപ്റ്റംബർ 18
നിയമസഭാ രേഖ. ആരൊക്കെയാണെന്നറിയാമോ മന്ത്രിമാർ? ഇ കെ നയനാർ, ബേബി ജോൺ, ചന്ദ്രശേഖരൻ നായർ, കെ ഇ ഇസ്മായിൽ, പി ജെ ജോസഫ്, പാലൊളി മുഹമ്മദ് കുട്ടി, പി ആർ കുറുപ്പ്, കെ രാധാകൃഷ്ണൻ, വി കെ രാജൻ, ടി കെ രാമകൃഷ്ണൻ, എ സി ഷൺമുഖദാസ്, ടി ശിവദാസ മേനോൻ, സുശീല ഗോപാലൻ, പിണറായി വിജയൻ. പിണറായി വിജയൻ വിദ്യുത് ശക്തി സഹകരണവും വകുപ്പ് മന്ത്രി. നയനാരും ഉണ്ട്, പിണറായിയും ഉണ്ട് നിയമസഭയിൽ. 1996 സെപ്റ്റംബർ 18 അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു പരുമല സംഭവത്തെപ്പറ്റി. സ്പീക്കർ പറയുകയാണ്, ഒരു സംഘം സ്പീക്കറാരാ അതും നോക്കണമല്ലോ, എം വിജയകുമാർ. മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം എം വിജയകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ സി എ കുര്യൻ. പോട്ടെ, മാന്യന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് വഷളാവും. എം വിജയകുമാർ പറയുന്നു, സ്പീക്കർ, ഒരു സംഘം മാർക്സിസ്റ്റ് അനുകൂലികൾ പരുമലയിലുള്ള ദേവസ്വം ബോർഡ് കോളേജ് ക്യാമ്പസിൽ അതിക്രമിച്ച് കയറുകയും ABVP വിദ്യാർത്ഥികളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പ്രാണരക്ഷാർത്ഥം പമ്പാനദിയിൽ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞ് വെള്ളത്തിൽ താഴ്ത്തിയതിനാൽ ഒരു വിദ്യാർത്ഥി മരിക്കുകയും 2 പേരെ കാണാതാകുകയും ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ഗുരുതരാവസ്ഥയെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവശ്രീ മാമൻ മത്തായി, ജോണി നെല്ലൂർ, TM ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, ആര്യാടൻ മുഹമ്മദ്, KM മാണി, നാലകത്ത് സൂപ്പി, AV അബ്ദുറഹിമാൻ ഹാജി, M മുരളി 9 പേരാണ് എന്നീ അംഗങ്ങൾ റൂൾ 50 അനുസരിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി, എഴുന്നേറ്റിട്ട് പറയുന്നു, സർ, ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയും 2 വിദ്യാർത്ഥികൾ കാണാതാകപ്പെടുകയും ചെയ്ത അത്യന്തം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഇന്നലെ പരുമല പമ്പ കോളേജിൽ ഉണ്ടായി. മരണമടയുകയും കാണാതാവുകയും ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. 16/9/96 പത്തനംതിട്ട ജില്ലയിൽ പുളിക്കീഴ് പരുമല പമ്പ കോളേജിലെ 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി റിനി തോമസിൻ്റെ, ഇന്നത്തെ പോലെയല്ല, അന്ന് പേരൊക്കെ പറയും, 96 ഇന്ന് പേര് പറയില്ല. ഈ സിദ്ധാർത്ഥ് പ്രണയാഭ്യർത്ഥന നടത്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല. നടത്തി എന്തുപോലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. പക്ഷേ അന്ന് അങ്ങനെയല്ല. 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി റിനി തോമസിൻ്റെ കൈക്ക് പിടിച്ച് അതേ കോളേജിലെ ABVP പ്രവർത്തനമായ രാജീവ് അപമാനിച്ചു. അതിനെ ചൊല്ലി 17-ാം തീയതി രാവിലെ 9:55 മണിയോടെ പുഷ്പൻ, ഓമനക്കുട്ടൻ, അനൂപ് തുടങ്ങി 33 പേർ ചേർന്ന് ABVP വിദ്യാർത്ഥി സന്തോഷിനെ ദേഹോപദ്രവമേൽപ്പിച്ചു. ഈ സംഭവം അറിഞ്ഞ് കോളേജിലെ ABVP പ്രവർത്തകരായ ബിനു എന്ന് വിളിക്കുന്ന കിം കരുണാകരൻ, അനു, സുജിത്ത്, മണിക്കുട്ടൻ തുടങ്ങി 15 പേർ ചേർന്ന് SFI പ്രവർത്തകരായ കൃഷ്ണകുമാർ, അഭിലാഷ്, ശ്രീകുമാർ, രാജൻ വർഗീസ്, ശ്രീനി സെബാസ്റ്റ്യൻ, ജെയിംസ് തുടങ്ങിയവരെ ആക്രമിച്ചു. 33 പേര് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോൾ 15 പേര് അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു. ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞ് 6 പേർ പമ്പയാറ്റിലേക്ക് എടുത്ത് ചാടി. അതിൽ 2 പേർ നീന്തിക്കയറി. മണിക്കുട്ടൻ എന്ന വിദ്യാർത്ഥിയെ നാട്ടുകാർ ചിലർ ചേർന്ന് ആറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി. ആറ്റിൽ ചാടിയ വിദ്യാർത്ഥികളിൽ കിം കരുണാകരൻ്റെ മൃതശരീരം ഉച്ചയ്ക്ക് 12:45 മണിയോടെ കണ്ടെടുത്തു. മറ്റ് 2 വിദ്യാർത്ഥികളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയൊരു പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അക്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഗവൺമെൻറ് അതിനെതിരെ ശക്തമായ നടപടികളെടുക്കും. ഇപ്പോഴും പറയുന്നില്ല, സിദ്ധാർത്ഥിൻ്റെ കേസിൽ SFI എല്ലാം ആരായാലും ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. ഒരു ഇത് 96 നയനാർ പറഞ്ഞ സാധനം രൂപീകരിച്ചു. തനിയാവർത്തനം. ഇത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ പ്രശ്നം ഒന്നുമില്ല. ഇതാണ് നയനാർ പറയുന്നത്. എന്ത് ചർച്ച ചെയ്യാനാണ്? 3 പിള്ളേർ വെള്ളത്തിൽ ചാടി, ഒരാളുടെ മൃതദേഹം കിട്ടി, മറ്റേ 2 കിട്ടിയില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തൊന്നാണ് ഇത് ചർച്ച ചെയ്യാൻ? നിഷ്കളങ്കനും ശാന്തനും സ്നേഹസ്വഭാവമായ നയനാരാണ്. ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. സ്പീക്കർ എന്ത് ചെയ്യുന്നു? ദയാലുവായ സ്പീക്കർ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ വെളിച്ചത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുന്നു.
അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങാണ്. അതെ. എല്ലാ ദിവസവും പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരും, അനുമതി നിഷേധിക്കും, പ്രതിപക്ഷം ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ പോനെ മച്ചാൻ തിരുമ്പി വന്നാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇതിൽ പങ്കെടുക്കും. ഇത് തന്നെയാണ് നടന്നത്. പക്ഷേ ഇത്രയും ഗുരുതരമായ ഒരു സംഭവം, സിദ്ധാർത്ഥിൻ്റെ സംഭവത്തെക്കാൾ എത്രയോ ഗുരുതരമാണ് ഈ സംഭവം. ഇത് നിയമസഭയുടെ മുമ്പിൽ വരുമ്പോൾ രണ്ടുപേരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല, പമ്പയാറ്റിൽ കിടക്കുകയാണ്. പിന്നീടാണ് അത് കിട്ടുന്നത്. അത് ചർച്ച ചെയ്യാൻ തയ്യാറില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സ്പീക്കറും അതിനോട് സമ്മതിക്കുന്നു, ഇത് തള്ളുന്നു. ഇത് കഴിയുമ്പോൾ ഇവർ വാക്കൗട്ട് നടത്തുകയില്ല. വാക്കൗട്ടിൻ്റെ സമയത്ത് ഒരു പ്രസംഗം ചെയ്യാം. ഈ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥിരം ഇതുപോലെ അടിയന്തര പ്രമേയം അച്യുതാനന്ദൻ കൊണ്ടുവരും, അത് അനുമതി നിഷേധിക്കും, ഇവരെല്ലാം കൂടെ ഇറങ്ങിപ്പോകും. എന്തിനാ ഈ നാടകം എന്ന് തോമസ് ഐസക്കിനോട് ടി വിയിലെ ഒരാൾ ചോദിച്ചു. തോമസ് ഐസക്ക് സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു, അത് മനസ്സിലായില്ലേ, ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാക്കൗട്ട് നടത്താം. വാക്കൗട്ട് നടത്തുന്നവർക്ക് ഒരു പ്രസംഗം ചെയ്യാനുള്ള അവകാശമുണ്ട്, സംസാരിക്കാൻ അവസരം കിട്ടും. അപ്പോൾ VSന് ഒരു 20 മിനിറ്റ് കിട്ടും, എനിക്കൊരു 15 മിനിറ്റ് കിട്ടും, ബാലനൊരു 10 മിനിറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കും, ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ദിവസവും ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരും. ഒരടിയന്തരവും ഇല്ലെങ്കിൽ പോലും ആരുടെയോ 16 അടിയന്തരം എന്ന് പറഞ്ഞിട്ട് പ്രമേയം കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്തത്. അപ്പോൾ തിരുവല്ല നിയോജകമണ്ഡലത്തിലാണ് ഈ സാധനം, പമ്പ നരുമല കോളേജ്. അവിടുത്തെ MLA ആണ് മാമ്മൻ മത്തായി. മാമ്മൻ മത്തായി ആദ്യം സംസാരിക്കുന്നു. ഇന്നലെ രാവിലെ 10:20 ഒരു സംഘം DYFI CITU പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി കോളേജിലെ കൊമേഴ്സ് ബ്ലോക്കിന് സമീപം നിന്ന ഒരു പറ്റം ABVP അനുഭാവികളെ ആക്രമിച്ചതിൻ്റെ ഫലമായി 3 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയുണ്ടായി. അവരിൽ PDC 2ാം വർഷ വിദ്യാർത്ഥിയായ കിം കരുണാകരൻ്റെ മൃതദേഹം പമ്പയാറ്റിൽ നിന്നും ഇന്നലെ നാട്ടുകാർ തിരച്ചിൽ നടത്തി കണ്ടെടുക്കുകയുണ്ടായി. മറ്റ് 2 വിദ്യാർത്ഥികൾ അതേ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ PS അനുവും PDC 2ാം വർഷ വിദ്യാർത്ഥിയായ സജിത്തുമാണ്. ഇവരുടെ മൃതദേഹം തിരച്ചിൽ നടത്തിയിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു ദിവസമായി കണ്ടിട്ടില്ല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു ഇന്നലെ മാന്നാർ DB കോളേജിൽ അരങ്ങേറിയത്. ഇത് ചർച്ച ചെയ്യാൻ നയനാര് തയ്യാറല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇദ്ദേഹം പറയുന്നുണ്ട്. 6, 7, 8 വാർഡുകളിലെ കടപ്പുറ പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലെ 3 DYFI യൂണിറ്റുകളിൽ നിന്നും ഏകദേശം 30ഓളം പേരും CITE പ്രവർത്തകരും സന്തോഷിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. ആരും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ സന്തോഷ് ആ റോഡിൽ കുറേ നേരം കിടന്നു. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പുള്ളി പറയുകയാണ്. ഒരുപാടുണ്ട്, വലിയൊരു പ്രസംഗമാണ്. ജില്ലാ SP പോലും സ്ഥലത്ത് വരുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. ഒരു പോയിൻ്റാണ് പുള്ളി പറയുന്നത്. രാവിലെ ഈ സംഭവം നടന്നിട്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ജില്ലാ സൂപ്രണ്ട് അവിടെ വരുന്നത്. അവരുടെ ഈ നിസ്സഹകരണ മനോഭാവം കണ്ടപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആറ്റിലിറങ്ങിയാണ് കിം കരുണാകരൻ്റെ ജഡം തിരച്ചിൽ നടത്തി കണ്ടെടുത്തത്. പക്ഷേ അത് കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സുകാർ ആ ജഡം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളല്ല ജഡം തിരച്ചിൽ നടത്തിയെടുത്തതെന്ന് പറഞ്ഞ് നാട്ടുകാർ ഈ ജഡം പടിഞ്ഞാറ് വശം കരയിലേക്ക് അടുപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു നിസ്സഹകരണ മനോഭാവത്തോടുകൂടി ആറ്റിൽ നിന്നും കയറി കോളേജ് ക്യാമ്പസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. തുടർന്ന് 3 മണിക്ക് പത്തനംതിട്ട SP വന്നതിന് ശേഷമാണ് ഫയർഫോഴ്സ് ആക്റ്റീവായി പ്രവർത്തിച്ച് തുടങ്ങിയത്. തെരച്ചിൽ തുടങ്ങുന്നത് 3 മണിക്കാണ്. കാരണം ആദ്യത്തെ ആളിനെ മുങ്ങിയെടുത്തത് നാട്ടുകാരാണ്. ആ ജഡം ഫയർഫോഴ്സിന് വേണം. അതുകൊണ്ട് അവർ സഹകരിച്ചില്ല. ഇങ്ങനെ തുടങ്ങി. ഇത് സംബന്ധിച്ച് കേസെടുത്തുവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും കേസെടുത്തിട്ടുണ്ടല്ലോ. 2 കേസുകളാണ് എടുത്തത്. ഒന്ന് ക്രൈം 154, 2 ക്രൈം 155.
ക്രൈം 155 എന്ന് പറയുന്നത് SFIക്കാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്ന കേസാണ്. ആര്? ഈ ചത്തുപോയ പിള്ളേരുടെ പേരിലാണ് FIR. ക്രൈം നമ്പർ 155. ക്രൈം 154 കണ്ടാലറിയാവുന്ന പ്രതികളെ പ്രതിഭാഗത്ത് ചേർത്ത് വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെട്ടതിനെതിരെ എടുത്ത കേസാണ്. കൊന്നവരുടെ പേരിൽ കേസ്, പേര് വെച്ച് FIR. മരിച്ചുപോയവരുടെ പേരിൽ, കൊന്നവരുടെ പേരിലോ കണ്ടാലറിയാവുന്ന പ്രതികളുടെ പേരിൽ FIR. ഈ രണ്ട് കേസാണ് നിഷ്കളങ്കനും സത്യസന്ധനും ദയാലുവുമായ നയനാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. രണ്ട് കേസിൻ്റെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, ഇനി എന്ത് വേണം, എന്ത് ചർച്ച ചെയ്യാൻ, വേറെ പണിയില്ലേ? ഈ കേസ് വിചാരണയ്ക്കെത്തിയപ്പോൾ നിസ്സഹായാവസ്ഥ കൊണ്ട് കോടതി പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഇടപെടുന്നു. സാർ, ഇതിനെ സംബന്ധിച്ച് ന്യായമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. വേറെ പുള്ളിക്കൊന്നും പറയാനില്ല. ശരി, അന്വേഷിക്കാം. സ്പീക്കർ പറയുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കാണുന്നില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. പിന്നെ പ്രസംഗിക്കുന്നത് AK ആൻ്റണിയാണ്. കരിങ്കല്ല് കൊണ്ട് വിദ്യാർത്ഥികളെ എറിഞ്ഞു വീഴ്ത്താനായിരുന്നു ആദ്യ ശ്രമം. ഏറുകൊണ്ട് തലപൊട്ടി ചോരയൊലിക്കുമ്പോഴും പ്രാണരക്ഷാർത്ഥം 9 പേർ ഒരാൾ പൊക്കത്തിലുള്ള കൽക്കെട്ട് മറികടന്ന് നദിയിലേക്ക് എടുത്ത് ചാടി. പോലീസിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദാരുണമായ സംഭവം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. AK ആൻ്റണി പറഞ്ഞു. ആൻ്റണിയുടെയും വലിയൊരു പ്രസംഗമാണ്. അതിനിടയ്ക്ക് ഒരുപാട് ബഹളം നടത്തുന്നു. ബഹളം 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 എന്ന് പറഞ്ഞാണ് ഈ നിയമസഭയുടെ റെക്കോർഡാണ് ഞാൻ വായിക്കുന്നത്. ഈ ഒരുപാട് പേര് കൂടി ബഹളം വയ്ക്കുമ്പോൾ ഇവരെഴുതിയെടുക്കും ബഹളം എന്ന് എഴുതും. ഇതാണ് ഈ ബഹളം. അവിടെ എന്ത് സംഭവിച്ചു, ആരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല, റെക്കോർഡിലില്ല. അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി, ഈ ആൻ്റണിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ ഇറങ്ങിപ്പോയി. കുഞ്ഞാലിക്കുട്ടി, സർ, ഇന്ന് വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ ഇല്ല, അഭിഭാഷകർ കോടതികളിൽ ഇല്ല, ഈ സംസ്ഥാനത്ത് ജനജീവിതം സാധാരണഗതിയിൽ നടക്കുന്നില്ല, നിയമസഭയിൽ പ്രതിപക്ഷവും ഇല്ല. ഈ സ്ഥിതിവിശേഷം ഗവൺമെൻറ്റിന് ഭൂഷണമാണെന്ന് കരുതുന്നുണ്ടോ? സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല. വക്കീലന്മാരെല്ലാം കോടതിയിൽ പോകുന്നുണ്ട്, ബാക്കി വിദ്യാർത്ഥികൾ സ്കൂൾ കോളേജിലൊക്കെ പോകുന്നുണ്ട്, ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പരിമല സംഭവത്തിൻ്റെ പിറ്റേ ദിവസം ഇതൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി പറയുന്നു സഭയിൽ പ്രതിപക്ഷവുമില്ല. ഇത് ഭൂഷണമാണോ എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം. ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടുമൊക്കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട മറ്റംഗങ്ങളും ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. അവരിറങ്ങി. പിന്നെ എണീക്കുന്നത് ശ്രീ KM മാണിയാണ്. പോലീസ് കയ്യും കെട്ടി നിഷ്ക്രിയരായി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങയുടെ പോലീസിന് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? സംസ്ഥാനങ്ങളുടെ ജീവനും സ്വത്തിനും പരിരക്ഷ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന അങ്ങേക്കില്ലേ? മാരകായുധങ്ങളുമായി DYFIക്കാരും CITക്കാരും കോളേജ് ക്യാമ്പസിൽ കയറി അക്രമമുണ്ടാക്കുന്നു എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ട് പോലും പോലീസ് എത്തിയില്ല. അത് അന്വേഷിക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. പരിഭ്രാന്തരായ 9 കുട്ടികൾ നദിയിലേക്ക് എടുത്ത് ചാടി. നദിയിലേക്ക് ചാടിയവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി നീന്തുമ്പോൾ ഇക്കരെ നിന്ന DYFIക്കാരും CITക്കാരും ഇഷ്ടികകൾ കൊണ്ട് എറിഞ്ഞ് പീഞ്ചോമനകളായ കുട്ടികളെ വെള്ളത്തിൽ താഴ്ത്തുകയാണ് ഉണ്ടായത്. ഇത്രയും ക്രൂരമായൊരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഇവരുടെ കയ്യൂരോ കരിവെള്ളൂരോ എന്ത് തേങ്ങയത്, ഒരു സുബ്ബരായനെ ആറ്റിൽ എറിഞ്ഞ് കൊന്നു, ഒരു പാവം പോലീസുകാരനെ. അതിനുശേഷം ഇവർ നടത്തിയ രണ്ടാമത്തെ, അന്നും ഒരു പോലീസുകാരനെ ഉണ്ടായിരുന്നു. ഇതിൽ 9 പേരെടുത്ത് ചാടി ഇവർ കല്ലെറിഞ്ഞു, 3 പേര് മരിച്ചു, ബാക്കിയുള്ളവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഫയർഫോഴ്സും. ഇത് കഴിഞ്ഞു ശ്രീ KM മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളും ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. നിഷ്കളങ്കനായ നയനാർ നിർനിമേഷനായി നോക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ തമാശയല്ലേ എന്നുള്ള മട്ടിൽ. പിന്നെ സംസാരിച്ചത് KM ജേക്കബാണ്. TM ജേക്കബ്
TM ജേക്കബ് പറയുന്നു, പരുമല പള്ളിയിലേക്കും കോളേജിലേക്കും പോകുന്ന പാലത്തിൽ വെച്ച് ABVP പ്രവർത്തകനെ DYFIക്കാർ മർദ്ദിച്ചു. ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു കേസെടുക്കാനോ അവിടെ വന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനോ തയ്യാറായില്ല. കോളേജിൽ മാർക്സിസ്റ്റുകാർക്കും CITക്കാർക്കും DYFIക്കാർക്കും എന്താണ് കാര്യം? കുട്ടികൾ തമ്മിലുള്ള തർക്കം മനസ്സിലാക്കാം. കോളേജ് ക്യാമ്പസിൽ കൊലപാതക രാഷ്ട്രീയം ഒഴിവാക്കണം. അതിനുവേണ്ടി നിൽക്കണം. ഇതൊക്കെയാണ് TM ജേക്കബിൻ്റെ. അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം മുതൽ അവിടെ സംഘർഷാവസ്ഥയുണ്ട്. പക്ഷേ പോലീസ് പിക്കറ്റ് ഇല്ല. പമ്പ ആ പാലത്തിൻ്റെ അക്കരെ പോലീസ് നിന്നു. കാരണം ഇപ്പുറത്ത് കോളേജ്, ഇപ്പുറത്ത് അവരുടെ ജൂറിസ്ഡിക്ഷനല്ല, ഇവിടുത്തെ പോലീസ് വരട്ടെ എന്ന്. ഇവിടെ അടിയും പിടിയും കൊലപാതകം വരെ നടക്കുന്നു. പോലീസ് അപ്പുറത്ത്, പാലത്തിൻ്റെ അപ്പുറത്ത് നോക്കി നിൽക്കുന്നു. ഈ പണ്ട് പോലീസുകാരൊക്കെ ആറ്റിൽ ശവം പൊങ്ങും. പൊങ്ങിയിട്ട് അത് എവിടെയെങ്കിലും വല്ല കമ്പിലോ ഇതിലോ ഒക്കെ തടഞ്ഞു നിൽക്കും, തട്ടി അടുത്ത ജൂറിസ്ഡിക്ഷനിലേക്ക് വിടും. ഇക്കരയ്ക്ക് വന്നാൽ വേറെ പോലീസ് സ്റ്റേഷനാണ്. ഇക്കരയ്ക്കോ അവിടെ കിടന്നാൽ. അപ്പോൾ സുനിൽ CI ആണെങ്കിൽ ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ട് പറയും, സാറേ ഒരു ശവം പൊങ്ങിയിട്ടുണ്ട്. യോ, നമ്മുടെ അതിർത്തിയിലാണോ? ഒരു കാര്യം ചെയ്യും, താനൊരു കഴുക്കോല് വെച്ചിട്ട് അത് തള്ളിവിടും, അപ്പുറത്തേക്ക് പോകട്ടെ. കാരണം ഈ ശവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം, അത് ഇത്, പൗരസമിതി, CBI അന്വേഷണം, കിടക്കപ്രതി ഉണ്ടാവില്ല പോലീസുകാർ, തള്ളിക്കളയും. ഇതുപോലെ ഈ പാലത്തിൻ്റെ അക്കരെ പോലീസുകാർ നോക്കിക്കൊണ്ട് നിന്നു. ഇക്കരെ വന്നിട്ട് ഈ വയ്യാവിലെടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യം എന്താ? വേറെ സ്റ്റേഷൻ പരിധിയാണ്. അതുകൊണ്ട് അല്ല, പോലീസുകാരനും ഉണ്ട് ഗതികേട്. അതെ അതെ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഇടക്കൊച്ചിയിൽ വെച്ചൊരു കള്ളനെ പിടിച്ചു. മാല പൊട്ടിച്ചതോ കുത്തിക്കവർച്ച ആണ്. ഇവൻ ഒതറി ഇടക്കൊച്ചി പാലം കടന്നിട്ട് അരൂരേക്ക് ഓടി. പോലീസുകാരൻ പിന്നാലെ ഓടി. ഇടക്കൊച്ചി അരൂർ പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ കിഴക്ക് വശത്താണ് അരൂർ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ച് ഈ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനെ പോലീസുകാരൻ കള്ളന് വട്ടക്കാൽ വെച്ച് അവൻ മൂക്കും കുത്തി അങ്ങ് വീണു. ഇവൻ്റെ മൂക്കിൻ്റെ പാല് ഒഴിഞ്ഞ് ചോരയൊക്കെയായി. അവിടുത്തെ പോലീസുകാർ ചാടി പുറത്തിറങ്ങി. ഈ പോലീസുകാരനും ഇവനെ കൊണ്ട് ആശുപത്രിയിലാക്കി. അപ്പോൾ ഇവന് മറ്റേ മനുഷ്യാവകാശ ലംഘനം, പരസ്യമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളൂരുത്തിയിലെ പോലീസുകാരനെതിരെ അരൂരെ പോലീസ് കേസെടുത്തു. ജൂറിസ്ഡിക്ഷൻ മാറി വന്നില്ല. അപ്പോൾ പിന്നെ പാലത്തിനപ്പുറത്താണ്, നിങ്ങൾക്ക് ഇവിടെ അവകാശമില്ല. അവകാശമില്ലാത്ത സ്ഥലത്ത് കടന്നു കയറുകയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ, നിഷ്കളങ്കൻ തന്നെയല്ലേ, കാരണം ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി, അങ്ങനെയാണല്ലോ, അതാണ്. അപ്പോൾ ആ ന്യായം വെച്ച് നിഷ്കളങ്കനായ ഒരുത്തനെ വട്ടക്കാല് വെച്ച് അവൻ്റെ മൂക്കിൻ്റെ പാല് ഒഴിഞ്ഞ് അവനെ ആശുപത്രിയിലാക്കി. അതിൻ്റെ ചിലവ് നിങ്ങൾ കൊടുക്കണമെന്ന് മാത്രമല്ല, ഇത് തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അരൂർ പോലീസ് സ്റ്റേഷൻ്റെ നടപടി ശരിയാണെന്നും പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇതാണ് പോലീസുകാരൻ്റെ ഗതികേട്. ഇതൊക്കെ ഉള്ളപ്പോൾ പോലും ഈ ബാലൻസ് തെറ്റാതെ വെറുതെ പോലീസുകാരെ കുറ്റം പറയാൻ അവർ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ വേറെ തിയറി വന്നിട്ടുണ്ട്, കോടതി ശിക്ഷിച്ചാലും നിരപരാധി എന്നാണ് പറയുന്നത്. ഇതുപോലെ ഈ TM ജേക്കബിൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് സ്റ്റാർ കിടപ്പുണ്ട്. സ്പീക്കർ സഭാധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം രേഖയിൽ നിന്ന് നീക്കം ചെയ്തു. ഇതാണ് ഈ സ്റ്റാർ. ശരി. ഉപയോഗിച്ച വാക്ക് നിഷ്ഠൂരം എന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എക്സ്പെൻഡ് ചെയ്യാൻ പറയും. ഇരിക്കുന്നത് നയനാരും പിണറായി വിജയനും ഒക്കെയാണെന്ന്. ഇതെന്തായി പറയും? TM ജേക്കബ് വിട്ടില്ല. TM ജേക്കബ് പറയാണ്, ഈ സംഭവത്തിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു സംഭവമുണ്ട്. ശ്രീമതി ശോഭന ജോർജ് MLA ഇതേ സ്ഥലത്ത് വെച്ച് ആക്രമിച്ചു. കേസെടുത്തു. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്തോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എന്താണ് പറഞ്ഞത്? EK നയനാർ എന്താ പറഞ്ഞത്? ശോഭനെ, നിൻ്റെ കഥ എനിക്കറിയാം, നീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നാണ്. ആര്? നിഷ്കളങ്കൻ. VS പറയാറില്ലേ, നിഷ്കളങ്കൻ, സ്നേഹസമ്പന്നൻ നയനാർ. ശോഭനെ, നിൻ്റെ കഥ എനിക്കറിയാം, നീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞില്ലേ? TM ജേക്കബ് ചോദിക്കുകയാണ്. നിഷ്കളങ്കനായ ശാന്തനായ നയനാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയും. അതേത് അവരെ ആക്രമിച്ച കേസ്
അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോഴാണ് ശോഭനെ നിൻ്റെ കഥ എനിക്കറിയാം. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്ത് കഥ അറിയാമെന്നാണ്? മാന്യനോ മര്യാദക്കാരനോ ഇങ്ങനെയൊക്കെ പറയുമോ ഒരു സ്ത്രീയുടെ അടുത്ത്? ഇനി അഥവാ വല്ല കഥ അറിയാമെങ്കിൽ തന്നെ ആരെങ്കിലും പറയുമോ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? അന്ന് ഈ പ്രതികളുടെ പേരിൽ കേസെടുത്തിരുന്നുവെങ്കിൽ മാരകായുധങ്ങളുമായി കോളേജിൽ കയറി കുട്ടികളെ എറിഞ്ഞു കൊല്ലാൻ അവർ തയ്യാറാകില്ലായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ശോഭന ജോർജിനെ ആക്രമിച്ചവർ തന്നെയാണ് ഈ കേസിലെയും പ്രതികൾ. ഒടുവിൽ ശ്രീ ടി.എം. ജേക്കബും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളും ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ശ്രീമതി കെ.ആർ. ഗൗരിയമ്മയും ശ്രീ ആർ. ബാലകൃഷ്ണപിള്ളയും ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഇതാണ് നിഷ്കളങ്കനായ നയനാർ 3 പിള്ളേർ ആറ്റിൽ ചാടി ചത്തതിന് എടുത്ത നടപടി. സ്നേഹസമ്പന്നൻ. എങ്ങനെയുണ്ട്? പക്ഷേ ഇത് കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് AK ആൻ്റണി മുഖ്യമന്ത്രിയാകുന്നു. 2001 ആകുന്നു. കാലം കടന്നു പോവുകയാണല്ലോ. നവംബർ 20, 2001 ശോഭന ജോർജ്: സർ, അത്യന്തം നിന്ദ്യവും ഹീനവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതുമായ സംഭവമാണ് 1996 സെപ്റ്റംബർ മാസം 17 പരുമലയിൽ നടന്നത്. ഞാനിത് വായിക്കുന്നത് കേരള നിയമസഭാ രേഖകളാണ് കേട്ടോ, അല്ലാതെ ഏതെങ്കിലും പത്രമോ ആരുടെയെങ്കിലും വീഡിയോയോ കണ്ടിട്ടൊന്നുമല്ല. ഒരു സാധനവുമില്ല. നിയമസഭയിൽ ഇപ്പോഴും രേഖയായിട്ട് കിടക്കുകയാണ്. ശോഭനയെ നിൻ്റെ കഥ എനിക്കറിയാം. നിയമസഭാ രേഖകൾ കിടക്കുക. ആർക്കും അപ്രോച്ചബിളാണ്. അത് ആ വാചകം സ്പീക്കർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. നയനാർ ഒബ്ജക്റ്റ് ചെയ്തിട്ടുമില്ല. നയനാർ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. കാരണം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള രേഖ തപ്പിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ രേഖയുണ്ടാവും. ഞാൻ പിന്നെ എല്ലാ രേഖയും കൂടെ വെറുതെ എന്ത് സമയങ്ങളെ ഇരിക്കട്ടെ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതുമായ സംഭവമാണ് 1996 സെപ്റ്റംബർ മാസം 17 പരുമലയിൽ നടന്നത്. പരുമല പമ്പ കോളേജിലെ വിദ്യാർത്ഥികളായ സുജിത്ത്, അനൂപ്, കിം കരുണാകരൻ എന്നിവർ ആ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ കോളേജിലേക്ക് ഇരച്ചു കയറിയ DYFI CITU ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പ്രാണരക്ഷാർത്ഥം അവർ പമ്പയാറ്റിൽ ചാടി. പിന്നെ ബഹളം. ശോഭനയെ സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം. ഡെപ്യൂട്ടി സ്പീക്കർ: പ്ലീസ്, അവർ സ്ത്രീയാണ്, അബലയാണ്. ബഹളം. അതായത് സ്ത്രീയോട് പറയാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ നിയമസഭയിൽ ഉപയോഗിക്കുന്നു. അവർ സ്ത്രീയാണ്, ഇങ്ങനെ പറയരുത് എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അപേക്ഷിക്കുന്നു. ശ്രീമതി ശോഭന ജോർജ്: എനിക്ക് ആ പരിഗണനയൊന്നും വേണ്ട സാർ, അവർ പറഞ്ഞോട്ടെ. സാർ, പ്രാണരക്ഷാർത്ഥം പമ്പയാറ്റിൽ നീന്തി മറുകരയിലേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗുണ്ടകൾ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് തലപൊട്ടിച്ച് അവരെ പമ്പയാറ്റിൽ മുക്കിക്കൊന്നു. ബഹളം. ഭയങ്കര ബഹളം. അവർക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. ഡെപ്യൂട്ടി സ്പീക്കർ: അക്കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ബഹളം. അത് ശരി. ഏത് കാര്യം? ശോഭന ജോർജ് പറഞ്ഞ കാര്യമല്ല. ശോഭന ജോർജിനെ വിളിക്കുന്ന തെറി റിപ്പീറ്റ് ചെയ്യരുത്. ഞാൻ കരുതി മറ്റേതായി ശോഭനയോടായിരിക്കും. അക്കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ബഹളം. വീണ്ടും ബഹളം നടക്കണം. ശ്രീമതി ശോഭന ജോർജ്: കേരള ഹൈക്കോടതി പോലും ഈ സംഭവത്തെ സംബന്ധിച്ച് വിലപിക്കാനേ കഴിയൂ എന്നാണ് പറഞ്ഞത്. അതെ, കീഴ്ക്കോടതി എല്ലാവരെയും വെറുതെ വിട്ടു, ഹൈക്കോടതിയും എല്ലാവരെയും വെറുതെ വിട്ടു. ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾക്ക് വിലപിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഇവരൊന്നുമല്ല പ്രതികൾ, ഒരു തെളിവുമില്ല, ഒന്നുമില്ല, കള്ളപ്രതികളാണ്. അല്ലെങ്കിൽ മൊഴി മാറ്റിച്ചു ഒരുപാട്. എന്താ ശരിക്കും ചെയ്തതെന്നും ശോഭന ജോർജ് പറയുന്നുണ്ട് കേട്ടോ. ഹൈക്കോടതി പോലും ഈ സംഭവത്തെ സംബന്ധിച്ച് വിലപിക്കാനേ കഴിയൂ എന്നാണ് പറഞ്ഞത്. ബഹളം. FIR തിരുത്തി എഴുതിയും വിസറ ടെസ്റ്റിൽ ഇത്രയും പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ എണീക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അങ്ങ് ഇരിക്കുന്ന കസേരയിൽ കയറിയിരുന്നത് ഗുണ്ടാപ്പണിക്കായിരുന്നില്ലേ സാർ? ബഹളം. വിസറ ടെസ്റ്റ് എന്നുള്ള വാക്ക് കേട്ടതും VS പറയുന്നത് ശോഭന ജോർജ് നേരത്തെ അങ്ങിരുന്ന കസേരയിൽ കയറിയിരുന്ന് ഗുണ്ടാപ്പണി കാണിച്ചതല്ലേ? ഇതാണ് VSൻ്റെ പ്രതിരോധം. വിസറ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിസറ ടെസ്റ്റ്? ആന്തരാവയവങ്ങളുടെ പരിശോധന. ആന്തരാവയവങ്ങൾ നമ്മുടെ ഹാർട്ട്, ലങ്സ്, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, ഇതിലെല്ലാം ഈ ഒരാളുടെ മരണകാരണങ്ങൾ ഒളിച്ചിരിപ്പുണ്ടാകും. അതാണ് വിസറ ടെസ്റ്റ്.
ആ വിസറ ടെസ്റ്റിൽ കൃത്രിമം കാണിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ. അങ്ങനെയാണ് ഈ കേസ് ഇല്ലാതെയാക്കുന്നത്. ആ വിസറ ടെസ്റ്റിൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ട് എന്ന് വരുത്തി തീർത്തു. അതായത് രാവിലെ 10 മണിക്ക് ABVP-ക്കാർ വെള്ളമടിച്ച് പൂസായി വന്നു, എടുത്ത് ആറ്റിൽ ചാടി വെള്ളം അടിച്ചിട്ടും പിന്നെ നീന്താൻ പറ്റുമോ? മരിച്ചു. ഇതുകൂടാതെ നിയമസഭയ്ക്ക് പുറത്ത് അച്യുതാനന്ദൻ പുള്ളി പണ്ട് തയ്യൽക്കാരനുമൊക്കെ ആയിരുന്നില്ല, പുള്ളി പറഞ്ഞു ഈ പാൻറ്റിന് 4-5 പോക്കറ്റൊക്കെ വെച്ചാൽ അതിൽ വെള്ളം നിറഞ്ഞ് പിന്നെ പൊങ്ങാൻ പറ്റില്ല, അതാണ് ഈ പിള്ളേർക്ക് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു. അത് നിയമസഭയ്ക്ക് പുറത്ത്, അതൊന്നും ഇതിനകത്തില്ല. ശ്രീമതി ശോഭന ജോർജ് നിയമസഭയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചെയ്യുന്നതും കുട്ടികളെ ഇഷ്ടിയെ കൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതും തമ്മിൽ സാമ്യപ്പെടുത്തുന്നത് മര്യാദയാണ്. ഈ 3 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ കേസ് ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ വിസറ ടെസ്റ്റിൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെറ്റായി വിവരം നൽകുകയും സാക്ഷിമൊഴികൾ മാറ്റി എഴുതിയുമാണ് അന്ന് ഇവർ രക്ഷപ്പെട്ടത്. ഭരണത്തിൻ്റെ മറവിലാണ് രക്ഷപ്പെട്ടത്. ഈ കാര്യത്തിൽ നീതിപൂർവമായ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കണക്കിന് ആ സ്ത്രീ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചു ബഹളത്തിൻ്റെ നടുക്ക്. മുഖ്യമന്ത്രി A.K. ആൻ്റണി സർ, 1996 സെപ്റ്റംബർ 17 പരമപമ്പ കോളേജിൽ എന്നാൽ സെഷൻസ് കോടതി വിധിക്കെതിരെ പത്തനംതിട്ട പോലീസ് സൂപ്രണ്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിൻ്റെ കൈവശമാണ്. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൻ്റെ തീരുമാനത്തിന് ശേഷമേ ഈ ആവശ്യത്തിന്മേൽ നടപടി സ്വീകരിക്കാനാവൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി അനുവദിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ പുനരന്വേഷണം നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല. 2001 ഇത് പറയുന്നത്. 2001 നവംബർ 20, വർഷം എത്രയായി? ഒന്നും നടന്നില്ല. 23 വർഷമായി ഒരു അന്വേഷണം നടന്നില്ല, ഒരു ചുക്കും നടന്നില്ല. എന്നിട്ട് ഇപ്പോൾ സുനിൽ എന്നോട് സിദ്ധാർത്ഥൻ്റെ മരണം തേങ്ങാക്കൊല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ പ്രണയരസം കൊണ്ട് കെട്ടിത്തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞിട്ട് എഴുതി ഇത് ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്ക് അടുത്ത വാർത്ത വരും, അതിൻ്റെ പിന്നാലെ ഓടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഗുണ്ടടിക്കും, അതിൻ്റെ പിന്നാലെ ഓടും. കഴിഞ്ഞു ആ ചെറുക്കൻ. പക്ഷേ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഈ ക്രൂരമായ ഭേദ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ തന്നെ അടിച്ചതാണെങ്കിലോ മരിക്കട്ടെ. ഞാൻ പ്രണയം നിരസിക്കപ്പെട്ട യുവാവ് എന്തും ചെയ്യുമല്ലോ, അവന് നിരാശനാണ്. അവൻ തന്നെ അങ്ങ് അടിച്ചു, മരിക്കുന്നില്ല. എന്നാൽ പിന്നെ കെട്ടിത്തൂങ്ങിച്ചാൽ 3 ദിവസം അവൻ പട്ടിണി കിടന്നു, മുറി അടച്ച്. ഇതിൻ്റെ കൂടെ ഇല്ലാത്ത ലഹരി മരുന്ന് മുഴുവൻ ഇവൻ്റെ വിസറ ടെസ്റ്റിൽ വരും. ലഹരി MDMA ഒക്കെ ഉപയോഗിച്ചു, എന്നിട്ടും മരിക്കുന്നില്ല. അവസാനം ലഹരി മൂത്ത് കഴിഞ്ഞപ്പോൾ അവൻ കെട്ടിത്തൂങ്ങിച്ചത്തു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന SFI യൂണിറ്റ് സെക്രട്ടറിയുടെ പേര് മാധ്യമങ്ങളിൽ വരുന്ന അമൽ എന്നാണ്. അയാളുടെ ശരിക്കുള്ള പേര് അമൽ ഇസ്ഹാൻ എന്നാണ്. ആ ഇസ്ഹാൻ കാണിക്കേണ്ട ആവശ്യമില്ല, അമൽ കാണിച്ചാൽ മതി. ഈ തട്ടകിട്ട പെൺകുട്ടിയോട് ഇങ്ങനെ പ്രണയാഭ്യർത്ഥനയോ അടുത്തിടപഴകിയാലോ അവരെ ശിക്ഷിക്കണം. അതിന് ഇഖ്തിലാത്ത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഓൺലൈൻ മീഡിയകളും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥയാണ്. അത് കഥയാണോ കാര്യമാണോ എന്ന് പറയേണ്ടത് പോലീസാണ്. കാര്യം ഞാൻ പറയാം, പോലീസ് പറയാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇവൻ തന്നെത്താനെ മുറിപ്പെടുത്തി നിരാശനായിരുന്നു. പ്രണയം നിരസിക്കപ്പെട്ടപ്പോൾ അവന് നിരാശയായി, തന്നെത്താൻ മരിക്കാൻ ശ്രമിച്ചു. അളവില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിച്ചു. ഒടുവിൽ ഇല്യൂഷൻസ് കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇതാണ് ശുഭം. എഴുതി വെച്ചോ, അല്ലെ നമുക്കൊരു 3 വർഷം കഴിയുമ്പോൾ കീഴ്ക്കോടതി വിചാരണയും വിധിയൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യണം. അന്ന് വല്ല റിസൾട്ടും ആരെങ്കിലും ഈ സംഭവം ഓർക്കുമെങ്കിൽ ജിഷ്ണു പ്രണോയെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മഹിജ ആ അമ്മയുടെ സമരം ഓർമ്മയുണ്ട്. ആ അമ്മ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഒന്നും ആയില്ല. സ്വാഹ, ഒന്നും നടന്നില്ല. ഈ എത്ര കുട്ടികളിങ്ങനെ മരിച്ചു പോകുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, 96 സംഭവം നടക്കുമ്പോൾ അവിടെ മിണ്ടാതിരുന്ന മനുഷ്യനാണ് പിണറായി വിജയൻ. അന്ന് E.K. നായനാരാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ മിണ്ടേണ്ട കാര്യമില്ല, നായനാരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഈ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. 95 നമ്മുടെ E.P. ജയരാജൻ MLAക്ക് നേർക്ക് വധശ്രമം നടക്കുന്നു. അതിൻ്റെ അടിയന്തര പ്രമേയം വരുന്നു. അത് UDF സർക്കാർ അനുവദിക്കുന്നു, ചർച്ച ചെയ്യാം.
ആന്ധ്രയിൽ ട്രെയിനിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റു എന്ന് വെടികൊണ്ട് പറയുന്നത്. ഇപ്പോഴും അകത്തുണ്ടെന്നോ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഇരിക്കട്ടെ. അത് ഒരു അടിയന്തര പ്രമേയമായിട്ട് അർജൻറ്റായിട്ട് കേരള നിയമസഭയിൽ എന്ത് ചർച്ച ചെയ്യാൻ? ആന്ധ്രയിൽ നടന്ന സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തു. പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനിടയ്ക്ക് AC ഷൺമുഖദാസ് പറയുന്നുണ്ട്, ചർച്ചയെ തുടർന്ന് യഥാർത്ഥ പ്രതിയെ ഇവിടെ വെച്ച് പ്രഖ്യാപിച്ച് നടപടി ഉണ്ടാവണം. നിയമസഭയിൽ പ്രഖ്യാപിച്ച നടപടി. ആന്ധ്രയിൽ നടന്ന സംഭവം ആന്ധ്ര പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ആളെ പിടിച്ചിട്ടൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ ആളെ കേരള നിയമസഭയിൽ പിടിച്ച് നടപടിയെടുക്കണമെന്നാണ് AC ഷൺമുഖദാസ്. ജലസേചന വകുപ്പ് മന്ത്രി TM ജേക്കബ് പറയുന്നു, ശ്രീ AC ഷൺമുഖദാസിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ സഭയിൽ വന്ന് ആവശ്യമില്ലാത്ത പരാമർശങ്ങളാണ് നടത്തുന്നത്. ആരെക്കൊണ്ട് ഇതിന് സാധിക്കും സാർ? പ്രതിയെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ AC ഷൺമുഖദാസിനെ പോലെയുള്ള ഒരു പഴയ മെമ്പർ പറയുന്നത് വിവരക്കേടെന്നല്ലാതെ മറ്റെന്താ പറയുക? അസംബ്ലിയിൽ വെച്ച് കുറ്റവാളിയെ തീരുമാനിച്ച് നടപടിയെടുക്കണമെന്ന് AC ഷൺമുഖദാസ്. പ്രഖ്യാപിക്കുക മാത്രം പോരാ, നടപടിയും വേണം. എന്നിട്ട് അതിൻ്റെ ഡിബേറ്റ് ഇതാ. ഞാൻ പിന്നെ ഈ എത്ര കാശെന്ന് വെച്ചാൽ മുടക്കുന്നത് ഇത് എന്നിട്ട് തന്നെ തീർന്നിട്ടില്ല. 10-60 പേജുണ്ട്. പിണറായി വിജയൻ്റെ സുദീർഘമായ പ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷേ പരുമലയിലെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതാണ് നയനാർ. ഈ നയനാറുടെ കൂടെ മൂകസാക്ഷിയായിട്ടിരുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അന്നത്തെ മുഖ്യമന്ത്രി കുറേ ചിരിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതല്ല, അത് ക്രൂരതയുടെ കാര്യത്തിൽ ആ മുഖ്യമന്ത്രിയും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും നിയമസഭയിൽ എങ്ങനെ പെരുമാറി 2 സംഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. ഇന്നലെ പൂക്കോട് സംഭവത്തിൽ അവിടുത്തെ DYSP മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ സിദ്ധാർത്ഥിനെതിരെ ആരും പരാതി ഒന്നും തന്നിട്ടില്ല, ഒരു പെൺകുട്ടിയും പരാതി തന്നിട്ടില്ല. അതായത് ഇതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് സിദ്ധാർത്ഥ് ആരോടോ മോശമായി പെരുമാറി, അതിൻ്റെ പേരിൽ പരാതി ഉണ്ടായി എന്നൊരു സ്റ്റോറി ആരോ ഉണ്ടാക്കി വിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് DYSP നിഷേധിച്ചത്. ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല, ഇനി കിട്ടിയാൽ പോരെ പരാതി? അതെ അതെ, പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ വേറൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടക്കും. ഇനിയും പരാതി ഉണ്ടാവും, പ്രതി സിദ്ധാർത്ഥാവും. മിക്കവാറും അങ്ങനെ ആവാനാണ് സാധ്യത. സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചതാണ് എന്ന് ഉറപ്പിക്കും. സിദ്ധാർത്ഥ് മയക്കുമരുന്ന് കഴിച്ചിരുന്നു, സ്വയം കുത്തി മുറിവേൽപ്പിച്ചു, അടിച്ച് മുറിവേൽപ്പിച്ചു, അങ്ങനെയൊക്കെ. അല്ല, പോലീസിന് എന്തും ചെയ്യാമെന്നേ. സ്വയം വെട്ടിമരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പോലീസിൻ്റെ റെക്കോർഡിൽ. വാക്കത്തെടുത്തിട്ട് ഒരു വെട്ടി അത് ശരിയായില്ല, മുറിഞ്ഞില്ല. ഛേ, എന്ത് പരിപാടി എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പിന്നെയും ഒരെണ്ണം കൂടെ വെട്ടി, കൊണ്ടില്ല ശരിക്കും. പിന്നെ ഇപ്പം അറുത്തിട്ട് 2ആക്കി ഓക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മരിച്ച ആൾക്കാർ വരെ പോലീസ് റെക്കോർഡിലുണ്ട്. അതുകൊണ്ട് ഈ സിദ്ധാർത്ഥിൻ്റെ മരണമൊന്നും എന്നെ ഞെട്ടിപ്പിച്ചില്ല. കാരണം മനുഷ്യൻ്റെ ഈ മനസ്സാക്ഷിയൊക്കെ മരവിച്ചു പോകും. കുറേ പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു, കേഴുക പ്രിയ നാടേന്ന്. എവിടെ ആര് കേഴാൻ ആൾക്ക് പറയാൻ പണി. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് സിമിലർ സിറ്റുവേഷൻ, റിയലി ഷോക്കിംഗ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ കേരളം അടഞ്ഞു കിടന്ന ഒരു ദിവസം, വക്കീലന്മാർ കോടതിയിൽ പോലും പോകാത്തൊരു ദിവസം. ആ ദിവസം നയനാരുടെ പെരുമാറ്റം, ഇപ്പോൾ പിണറായി വിജയൻ്റെ പെരുമാറ്റം, ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കിതിൽ വലിയ സങ്കടം വന്നു. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നു, എൻ്റെ മോൻ 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൻ മരിക്കും മുമ്പ് ഒരിറ്റ് വെള്ളം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ വരുന്നല്ലോ, അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണലാരണ്യത്തിൽ പണിയെടുക്കുന്നതെന്ന്. എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം, ഇങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണം, ഇങ്ങനെയൊക്കെയാണ് കേരളം. ഇതിലും വലിയ ക്രൂരത 96-ൽ നയനാർ മറച്ചെങ്കിൽ ഈ ക്രൂരത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലെഫ്റ്റ് ഹാൻഡ് ജോബ് ഫോർ ഹിം. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.